ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക്. രക്ഷിതാക്കളും അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇവരുടെ പ്രകടനത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? ഈ നഴ്സിംഗ് കോളേജ് ഇടുക്കിയിൽ തുടങ്ങിയിട്ട്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ട് 2 വർഷമായി. പക്ഷേ ഇതുവരെ ഏതെങ്കിലും വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പ്രധാനമായും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഹോസ്റ്റലാണ്. ലേഡീസ് ഹോസ്റ്റലുണ്ട്. 120 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 94 വിദ്യാർത്ഥികൾ ഒരു ചെറിയ പഴയ ഒരു സ്കൂൾ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്ന ഹോസ്റ്റൽ സംവിധാനത്തിലാണ് നിലവിൽ താമസിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവർക്ക് സ്വന്തമായി ക്ലാസ് മുറി പോലും ഇല്ല എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഹോസ്റ്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റ് ഹോസ്റ്റൽ. അത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തടഞ്ഞു വെച്ചേക്കുക. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതിനാണ് ഞങ്ങൾ ഇപ്പൊ ഈ സമരം ചെയ്യുന്നത്. അല്ല, മന്ത്രിയൊക്കെ ഇടപെട്ട് അതിൽ പല വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. ഹോസ്റ്റലിലേക്ക് മാറ്റാന്ന് പറഞ്ഞൊരു ഓർഡർ വന്നതാ. പക്ഷെ ഞങ്ങൾക്ക് അതിന് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞങ്ങൾ മാറ്റിയില്ല. ഇപ്പോഴും ആ ഹോസ്റ്റലിൽ ആ റൂമിൽ തന്നെ ഞങ്ങൾ കിടക്കുന്നത്. ഈ സമരം ഇങ്ങനെ തുടരുമോ? എന്ന് നമുക്ക് ഹോസ്റ്റലിൽ കിട്ടുന്ന അന്നേ നമ്മൾ ഈ സമരം നിർത്തത്തുള്ളൂ. ഓർഡർ വന്നിട്ട് വാക്കാല് പറഞ്ഞിട്ട് നമ്മളിനി കേൾക്കത്തില്ല. ഇനി എന്തൊക്കെ ആയാലും നമ്മൾ കയ്യിൽ ഓർഡർ കിട്ടിയതിനു ശേഷം മാത്രമേ സമരം നിർത്തത്തുള്ളൂ. ഗവൺമെന്റ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷയോട് കൂടി വന്നവർ രാപ്പകലില്ലാതെ +1 +2 പഠിച്ച് വന്നിട്ട് ഇവിടെ യാതൊരു കോളേജ് എന്ന് പറയാൻ പോലും ഒരു അടിസ്ഥാനമായിട്ട് ഒരു ടോയ്ലറ്റ് പോലും ഇവിടെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് കോളേജ് എന്ന് പറയാം? എന്തിനു വേണ്ടിയിട്ടായി സർക്കാർ കോളേജ് തുടങ്ങിയത് പോലും നമുക്ക് അറിയാൻ പാടില്ല. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നേ, ഇപ്പൊ പെട്ടുപോയി നമ്മള്. അതുപോലെയാണ് ഈ രക്ഷിതാക്കളും ഈ സമരത്തിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഈ സമരം രക്ഷിതാക്കളും ഇപ്പോൾ കുട്ടികൾക്കാണ് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതെ, ഓരോ റൂമിലും 18 പേരാണ്. ഒരു റൂമിൽ 18 പേരാണ് താമസിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ്. ഇപ്പൊ അത് പോരാതെ ആൺകുട്ടികൾ പുറത്തെ റൂമുകളിലാണ് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് അവർ. വളരെ പ്രയാസത്തിലാണ്. ഇതുപോലെ ഒരു അവസ്ഥ 2 വർഷമായി ഞങ്ങളോട് ഓരോന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും, ഒരു പേടിയും പേടിക്കണം. പക്ഷേ 2 വർഷമായി 20ഓളം ചർച്ചകൾ ഞങ്ങൾ നടന്നു. ഒരു ചർച്ചയിലും ഒരു ഫലവും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെയാണ് വാഗ്ദാനങ്ങൾ പലതുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും പറയുന്നത്. ഈ രക്ഷിതാക്കളും ഒപ്പം ഉണ്ട് ഈ സമരത്തിനുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നു, പ്രശ്നപരിഹാരമില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.